നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുവളൂർ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വള്ളിപ്പയർ അരിയിട്ട് പാകി കിളിച്ച് വളമൊക്കെ ഇട്ട് കിളിച്ചതിന് ശേഷം വള്ളി വീശാൻ തുടങ്ങി. 2 പയർ ഇതുവരെ പിടിച്ചു. അതിനുശേഷം നമ്മൾ വീട്ടിൽ അഗ്രികൾച്ചർ നെറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അത് മുറിച്ച് ശകലം പിടിച്ച് കെട്ടിയിരിക്കുകയാണ് അതിനകത്ത്. ഇത് 1 മൂട് പയറാണ്. പയർ നല്ലതുപോലെ വളരാൻ തുടങ്ങിയാണ്. അത് വള്ളി വീശി അതിനുശേഷമാണ് ഇങ്ങനെ നെറ്റ് വലിച്ച് കെട്ടിക്കൊടുത്താൽ നല്ല രീതിയിൽ പയർ നമുക്ക് പറിച്ചെടുക്കാം. ഇപ്പോൾ ഈ പയറുകളെ ആക്രമിക്കുന്ന കുരുവികളും തത്തകളും ഇറങ്ങിയിട്ടുണ്ട്. തത്തകൾ കണ്ടാൽ ഈ പയറിങ്ങനെ മുറിച്ച് അത് കൊത്തി തിന്നും. മറ്റേ കുരുവികളായാലും ഈ വള്ളിയുടെ അറ്റം കൊത്തിയിടും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇപ്പോൾ പച്ചക്കറികളിൽ. എന്തുകൊണ്ടെന്നാൽ ഈ കുരുവികളിങ്ങനെ തത്തകളും വരാൻ കാര്യം ചക്കകളൊന്നും നമ്മുടെ നാട്ടിലില്ല. ചക്കകൾ ഒരു മീഡിയം പരുവമാകുമ്പോഴത്തേക്ക് അന്യനാട്ടുകാർ വന്നുകൊണ്ട് ലേലം വിളിച്ച് അങ്ങ് കൊണ്ടുപോവുകയാണ്. 10-15 രൂപ വെച്ച് മേടിച്ചുകൊണ്ട് പോവുകയാണ് ഇവിടുന്ന്. ഈ പയർ നട്ടാൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകും. ഉറുമ്പിൻ്റെ ശല്യമാണ്. ഇപ്പോൾ ഇച്ചിരി DDTയോ അല്ലെങ്കിൽ കപ്പയില 2-3 ദിവസത്തെ വെള്ളത്തിലിട്ട് അതിൻ്റെ ചാറൊഴിച്ചാലും കുറേയൊക്കെ ആക്രമണം ഇല്ലാതാവും ഇതിൻ്റെ. ഇത് ആരോഗ്യത്തോടെ വളരുവാൻ പുളിപ്പിച്ച കഞ്ഞോളത്തിൽ കടലപ്പിണ്ണാക്ക് കുതിർത്ത് 2-3 ദിവസം പുളിപ്പിക്കാൻ വെച്ചിട്ട് അതിനുശേഷം ഇരട്ടി വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് ചുവട്ടിലോട്ട് ഒഴിച്ചാൽ നല്ല രീതിയിൽ നമുക്ക് പയർ പറിച്ചെടുക്കാം. ഇങ്ങനെ പയറൊക്കെ നട്ടിട്ട് നമ്മൾ വീട്ടിൽ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയാൽ കാര്യങ്ങൾ നടക്കത്തില്ല. ഇപ്പോൾ 2 മണിക്കൂർ ഉറങ്ങേണ്ട സമയത്ത് അരമണിക്കൂർ ഉറങ്ങിയ ശേഷം ബാക്കി പച്ചക്കറികളിൽ വല്ലപ്പോഴും നോക്കി അതിൻ്റെ കീടങ്ങളെല്ലാം വന്നോ അതൊക്കെ നോക്കി നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം എപ്പോഴും. ഇങ്ങനെ കുറഞ്ഞത് 1 മൂടെങ്കിലും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ആഴ്ചതോറും തോരൻ വെച്ച് കഴിക്കുകയോ മെഴുക്ക് പുരട്ടി കഴിക്കുകയോ മറ്റ് കറികളിൽ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാം.